ഇനി നോക്കാം ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പദ്ധതിയിടുന്നവർ ശ്രദ്ധിക്കുക. വരും വർഷങ്ങൾ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്ക് വെല്ലുവിളി നിറഞ്ഞതാകുമെന്ന് റിപ്പോർട്ടുകൾ. 2026 ഫോണുകളുടെ വില ഉയരാനും അതേസമയം റാം പോലുള്ള ഫോണിൻ്റെ പ്രധാന സവിശേഷതകൾ കുറയാനും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. മെമ്മറി ചിപ്പുകളുടെ വില കുത്തനെ ഉയരുന്നതാണ് സ്മാർട്ട് ഫോൺ കമ്പനികളെ പുതിയ വഴികൾ തേടാൻ നിർബന്ധിതരാക്കുന്നത്. ഇന്ത്യ പോലുള്ള സെൻസിറ്റീവ് വിപണികളിൽ നിരന്തരം വില വർദ്ധിപ്പിക്കാൻ കഴിയാത്തതിനാൽ ചില കമ്പനികൾ ഫോണുകളിലെ റാം കുറച്ച് ചെലവ് നിയന്ത്രിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 2026 16 GB റാമുള്ള സ്മാർട്ട് ഫോണുകൾ വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്നാണ് കൗണ്ടർ പോയിന്റ് റിസർച്ചിന്റെ റിപ്പോർട്ട്. ലാഭം നിലനിർത്താൻ ബ്രാൻഡുകൾ വില കൂട്ടുകയോ സവിശേഷതകൾ കുറയ്ക്കുകയോ ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം 12 GB റാം ഫോണുകളുടെ ഉൽപ്പാദനം 40% വരെ കുറയാൻ സാധ്യതയുണ്ടെന്നും അവയ്ക്ക് പകരം 6 GB 8 GB മോഡലുകൾ വിപണിയിൽ കൂടുതലായി എത്തുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഒരു കാലത്ത് പഴകിയതായി കണക്കാക്കിയ 4 GB റാം ഫോണുകൾ പോലും തിരിച്ചുവരാൻ സാധ്യതയുണ്ടെന്നത് ഉപഭോക്താക്കളെ ആശങ്കയിലാക്കുന്നു. 2026 ആഗോള സ്മാർട്ട് ഫോൺ കയറ്റുമതി 2.1% കുറയാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് $200 താഴെ വിലയുള്ള ബജറ്റ് ഫോണുകളെയാണ് ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കുകയെന്ന് കൗണ്ടർ പോയിന്റ് റിസർച്ച് ഡയറക്ടർ MS ഹ്വാങ് വ്യക്തമാക്കി. റാം ക്ഷാമം സ്മാർട്ട് ഫോണുകൾക്ക് മാത്രമല്ല പേഴ്സണൽ കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളെയും ബാധിക്കും. ഡെൽ, ലെനോവോ പോലുള്ള കമ്പനികൾ 15 മുതൽ 20% വരെ വില വർദ്ധിപ്പിക്കാൻ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിലെ പല സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും നിലവിലെ മോഡലുകളുടെ വില കൂട്ടാനും സാധ്യതയുണ്ട്. ലോകമാകെ ഉയർന്നുവരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആവശ്യങ്ങളാണ് റാം ക്ഷാമത്തിന് പിന്നിലെ പ്രധാന കാരണം. ഓപ്പൺ AI, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, എൻവിഡിയ തുടങ്ങിയ കമ്പനികൾ വലിയ ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്നതോടെ ചിപ്പ് നിർമ്മാതാക്കൾ AI ആവശ്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. ഇതാണ് സ്മാർട്ട് ഫോൺ PC നിർമ്മാതാക്കളെ പ്രതിസന്ധിയിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇൻസ്റ്റഗ്രാം പ്രേമികൾക്കൊരു സന്തോഷ വാർത്ത. റീലുകൾ കാണാൻ ഇനി ഫോൺ വേണമെന്നില്ല, TV മതി. ഇതിനായി മെറ്റ ഉടമസ്ഥയിലുള്ള ഇൻസ്റ്റഗ്രാം കമ്പനി റീൽസ് കേന്ദ്രീകരിച്ചുള്ള ഇൻസ്റ്റഗ്രാം TV ആപ്പ് ലോഞ്ച് ചെയ്യുന്നതായി പ്രഖ്യാപിച്ചു. തുടക്കത്തിൽ ആമസോൺ ഫയർ ടിവിയിൽ ലഭ്യമാകുന്ന ഈ ഫീച്ചർ ഉപയോക്താക്കൾക്ക് ഒരുമിച്ച് റീൽസ് കാണാനുള്ള അവസരം നൽകാനാണ് ലക്ഷ്യമിടുന്നത്. പുതിയ ഇന്റർഫേസുള്ള ഈ ആപ്പ് നിലവിൽ പരീക്ഷണ ഘട്ടത്തിലാണ്. റീൽസ് കാഴ്ചാനുഭവത്തിന് ഇൻസ്റ്റഗ്രാം ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവ് നൽകിയിരിക്കുന്നു. ഇതുവരെ മൊബൈലിൽ സ്ക്രോൾ ചെയ്തിരുന്ന റീൽസ് ഉടൻ തന്നെ TV സ്ക്രീനുകളിലും കാണാൻ കഴിയും. മെറ്റ ഉടമസ്ഥതയിലുള്ള ഇൻസ്റ്റഗ്രാം കമ്പനി റീൽസ് കേന്ദ്രീകരിച്ചുള്ള ഇൻസ്റ്റഗ്രാം TV ആപ്പ് ലോഞ്ച് ചെയ്യുന്നതായി പ്രഖ്യാപിച്ചു. തുടക്കത്തിൽ ആമസോൺ ഫയർ ടിവിയിൽ ലഭ്യമാകുന്ന ഈ ഫീച്ചർ ഉപയോക്താക്കളെ വലിയ സ്ക്രീനിൽ റീൽസ് കാണാൻ അനുവദിക്കും. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇൻസ്റ്റഗ്രാമിന്റെ TV ആപ്പിനെക്കുറിച്ച് ചർച്ചകളുണ്ടായിരുന്നു. ഇപ്പോൾ കമ്പനി അത് ഔദ്യോഗികമായി പുറത്തിറക്കി. ഈ പുതിയ ആപ്പിലൂടെ ഉപയോക്താക്കൾക്ക് വീട്ടിലിരുന്ന് ഒരുമിച്ച് റീൽസ് കാണുന്ന അനുഭവം ആസ്വദിക്കാൻ കഴിയും. ടിവികളിലേക്ക് റീലുകൾ കൊണ്ടുവരുന്നതിലൂടെ ടെലിവിഷൻ മേഖലയിൽ വലിയ തോതിൽ ആധിപത്യം പുലർത്തുന്ന യൂട്യൂബിനോട് മികച്ച രീതിയിൽ മത്സരിക്കാൻ ഇൻസ്റ്റഗ്രാമിന് കഴിയും. പങ്കുവച്ചുള്ള കാഴ്ചകൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാം TV ആപ്പ് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ റീൽസ് കാണുന്നത് കൂടുതൽ രസകരമാണെന്ന് ഉപയോക്താക്കളിൽ നിന്ന് നിരന്തരം ഫീഡ്ബാക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഇൻസ്റ്റഗ്രാം പറയുന്നു. അതുകൊണ്ടാണ് വലിയ സ്ക്രീനിൽ റീൽസ് കാണുന്നതിനായി TVക്കായി പ്രത്യേക ആപ്പ് അവതരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം ആദ്യമായി ടാറ്റ മോട്ടോഴ്സിൻ്റെ ദീർഘകാല ആധിപത്യം തകർന്നു. ചൈനീസ് വാഹന നിർമ്മാതാക്കളായ MGയുടെ വിൻസർ EVയാണ് ടാറ്റയെ പിന്നിലാക്കിയത്. ഈ വർഷം ഏറ്റവും കൂടുതൽ വിൽപ്പന നേടിയ ഇലക്ട്രിക് കാറുകളുടെ പട്ടികയിൽ ടാറ്റ മോട്ടോഴ്സിന്റെ വാഹനങ്ങൾ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ചൈനീസ് വാഹന നിർമ്മാതാക്കളായ MGയുടെ വിൻസർ EVയാണ് ടാറ്റയുടെ ജനപ്രിയ മോഡലുകളായ നെക്സൺ EVയും പഞ്ച് EVയും മറികടന്ന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിൽപ്പന നേടിയ ഇലക്ട്രിക് കാറായി മാറിയത്. ജനുവരി മുതൽ നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം 43,139 യൂണിറ്റ് വിൻസർ EV വാഹനങ്ങളാണ് MG വിൽപ്പന നടത്തിയത്. അതേസമയം ടാറ്റ നെക്സൺ EV 22,878 യൂണിറ്റുകളും പഞ്ച് EV 14,634 യൂണിറ്റുകളും മാത്രമാണ് വിൽപ്പന നടത്തിയത്. 2020 രാജ്യത്ത് ഇലക്ട്രിക് വാഹന വിൽപ്പന ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് ഇത്തരമൊരു മാറ്റം സംഭവിക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് വിൻസർ EV ഇന്ത്യൻ വിപണിയിലെത്തിയത്. മെയ് വരെയുള്ള കാലയളവിൽ പ്രതിമാസം ശരാശരി 3000 യൂണിറ്റുകൾ വിൽപ്പന നടന്നിരുന്നു. പിന്നീട് വിൽപ്പന 4000 യൂണിറ്റായി ഉയർന്നു. സെപ്റ്റംബറിൽ മാത്രം 4741 യൂണിറ്റുകൾ വിറ്റഴിച്ച് വിൻസർ EV പുതിയ റെക്കോർഡ് കുറിച്ചു. ആദ്യഘട്ടത്തിൽ 38 കിലോവാട്ട് ബാറ്ററി പാക്കിൽ 332 കിലോമീറ്റർ റേഞ്ചുള്ള മോഡലായിരുന്നു വിപണിയിലെത്തിയത്. പിന്നീട് 52.9 കിലോവാട്ട് ബാറ്ററി പാക്കും 449 കിലോമീറ്റർ റേഞ്ചുമുള്ള പുതിയ പതിപ്പ് അവതരിപ്പിച്ചതോടെയാണ് വിൻസർ EVയുടെ വിൽപ്പന കുതിച്ചുയർന്നത്. വിൻസർ EVയുടെ മുന്നേറ്റം ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയിൽ കടുത്ത മത്സരം ആരംഭിച്ചു എന്നതിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ടാറ്റ മോട്ടോഴ്സിന്റെ ഏകാധിപത്യത്തിന് വിള്ളൽ വീണതോടെ വരും മാസങ്ങളിൽ വിപണി
കൂടുതൽ ചൂടുപിടിക്കുമെന്നാണ് വാഹന വ്യവസായ വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.